നമസ്കാരം. മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ ആശുപത്രികൾ 1 ലക്ഷത്തിലധികം തൊഴിലുകൾ വെട്ടിക്കുറച്ചേക്കാം. ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗും പുതിയ NHS ഇംഗ്ലണ്ട് മേധാവിയും ഉത്തരവിട്ട ചെലവ് ചുരുക്കൽ പദ്ധതിയും പുനഃസംഘടനയും ഇംഗ്ലണ്ടിലെ ആശുപത്രികളിൽ നിന്നും 1 ലക്ഷത്തിലേറെ തൊഴിലുകൾ നഷ്ടമാക്കുമെന്ന് സൂചന. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി സർ കിയർ സ്റ്റാർമർ കൺസർവേറ്റീവ് ഗവൺമെന്റ് 13 വർഷം മുൻപ് തുടങ്ങിയ NHS ഇംഗ്ലണ്ടിന്റെ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി NHS ഇംഗ്ലണ്ടിൽ തൊഴിൽ നഷ്ടത്തിന്റെ തോത് വൻതോതിൽ ഉയരുമെന്ന് ഉറപ്പായതോടെ ചെലവുകൾ ട്രഷറി വഹിക്കണമെന്ന് NHS മേധാവികൾ ആവശ്യപ്പെട്ടു. 2 ബില്യൺ പൗണ്ട് വരെ നഷ്ടം വരുമെന്നാണ് കണക്ക്. കോർപ്പറേറ്റ് പ്രവർത്തനങ്ങളുടെ ചെലവ് ചുരുക്കാനാണ് 215 ട്രസ്റ്റുകളോട് പുതിയ NHS ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് ജിം മാക്കി ഉത്തരവ് നൽകിയിരിക്കുന്നത്. HR, ഫിനാൻസ്, കമ്മ്യൂണിക്കേഷൻ എന്നിവയിൽ നിന്നായി 50% ചെലവാണ് ചുരുക്കേണ്ടത്. എന്നാൽ 3% മുതൽ 11% വരെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിലേക്ക് ഈ മാറ്റങ്ങൾ നിർബന്ധിതമാകുമെന്ന് NHS കോൺഫെഡറേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് 215 ട്രസ്റ്റുകളിലായി നടപ്പാക്കിയാൽ 41,000 മുതൽ 1,50,700 പേർക്ക് വരെ ജോലി നഷ്ടമായേക്കാം. പണം ലാഭിക്കാനാണ് NHS ട്രസ്റ്റുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതെന്ന് NHS കോൺഫെഡറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് മാത്യു ടൈലർ പറഞ്ഞു. എന്നാൽ രോഗികൾ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നത് കുറയ്ക്കാൻ ഇത് ഉപകരിക്കില്ല. തൊഴിൽ നഷ്ടം മൂലം വരുന്ന സാമ്പത്തിക നഷ്ടം നികത്താൻ ട്രഷറി NHS ഫണ്ട് സൃഷ്ടിക്കണമെന്ന് ടൈലർ ആവശ്യപ്പെട്ടതായി ദി മെഡിക്കൽ ബയർ വെബ്സൈറ്റിൽ പറയുന്നു. ബ്രിട്ടീഷ് സ്റ്റീൽ ദേശസാൽക്കരണത്തിന് സാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രിയും ചാൻസലറും. എല്ലാ ഓപ്ഷനുകളും പരിഗണിക്കുന്നതായി ചാൻസലറും പ്രധാനമന്ത്രിയും പറഞ്ഞു. UK സ്റ്റീൽ വ്യവസായം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയാണ് ഇതിന് കാരണം. ചൈനീസ് കമ്പനിയായ ജിൻയെ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് സ്റ്റീലിന്റെ സ്കന്ദർപ്പ് പ്ലാന്റാണ് അടച്ചുപൂട്ടൽ ഭീഷണിയിലുള്ളത്. ഇവിടുത്തെ 2 ബ്ലാസ്റ്റ് ഫേർണസുകൾ അടച്ചാൽ ഏകദേശം 2,700 തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. ഇത് UK G7 രാജ്യങ്ങളിൽ പുതിയ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഏക രാജ്യമാക്കും. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും ചാൻസലർ റേച്ചൽ റീവ്സും സ്റ്റീൽ വ്യവസായത്തെ വലിയ തന്ത്രപരമായ പ്രാധാന്യമുള്ളത് എന്ന് കണക്കാക്കുന്നു. എല്ലാ ഓപ്ഷനുകളും തുറന്നിട്ടിരിക്കുന്നതിൽ ഫാക്ടറിയെ നാഷണലൈസ് ചെയ്യാനുള്ള സാധ്യതയും ഇതിൽ ഉൾപ്പെടുന്നു. കന്തോർപ്പ് പ്ലാന്റിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പാർലമെന്റിന്റെ ലിയസോൺ കമ്മിറ്റിയിൽ പറഞ്ഞു. റീവ്സ് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തി. ജിനിയയുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാതെ ഫേർണസുകൾ ദിവസങ്ങൾക്കുള്ളിൽ നിർത്തേണ്ടി വരുമെന്ന ആശങ്കയുണ്ട്. സർക്കാർ തന്നെ അസംസ്കൃത വസ്തുക്കൾ ഓർഡർ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ദേശസാൽക്കരണം അഥവാ നാഷണലൈസേഷൻ നടപ്പിലാക്കണമെങ്കിൽ സർക്കാരിനും നികുതിദായകർക്കും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാം. വ്യവസായ മന്ത്രി സാറ ജോൺസ് സ്റ്റീൽ കമ്പനികളുടെ മേധാവികളുമായും യൂണിയൻ നേതാക്കളുമായും ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് കെമി ബെഡ്നോക്ക് ദേശസാൽക്കരണം അവസാന ആശ്രയമായിരിക്കണമെന്ന് പറഞ്ഞു. US പ്രസിഡന്റ് ട്രംപിന്റെ താരിഫുകളും ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ. ദേശീയ പോസ്ട്രേറ്റ് ക്യാൻസർ പരിശോധന പരിപാടിക്ക് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗിന്റെ പിന്തുണ പ്രഖ്യാപിച്ചതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ദി ടൈംസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സമ്പന്നമായ 5 നഗരങ്ങളിൽ നിന്ന് ലണ്ടൻ പുറത്തായി. സമ്പന്നരായ വ്യക്തികളുടെ പലായനമാണ് ഇതിന് കാരണം. വ്യാപാര യുദ്ധതന്ത്രങ്ങളെയും ഉൽപ്പാദന നയങ്ങളെയും കുറിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോയെ എലോൺ മസ്ക് രൂക്ഷമായി വിമർശിച്ചതായി ദി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ ഭരണകൂടം തങ്ങളുടെ ഏറ്റവും പുതിയ താരിഫ് ഇളവ് സ്ഥിരീകരിച്ചതിനും ചൈനയ്ക്ക് ഒരു കരാറിലെത്താൻ അറിയില്ലെന്ന് പറഞ്ഞതിന് ശേഷം US ഓഹരി വിപണികൾ ഇടിഞ്ഞു. മറ്റ് 70 രാജ്യങ്ങൾ ചർച്ചകൾക്ക് മുന്നോട്ട് വന്നതായി ദി ഐ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. UK സുരക്ഷയെക്കുറിച്ച് പരാതിപ്പെടാൻ എത്തിയതിനു ശേഷം ഹാരി രാജകുമാരൻ രാജാവിനെ കണ്ടില്ലെന്ന് ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു. രാജാവും രാജ്ഞിയും ഇപ്പോൾ റോമിൽ സ്റ്റേറ്റ് വിസിറ്റിലാണ്. ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്ന ആഗോള താരിഫുകൾക്കെതിരെ അവസാനം വരെ പോരാടുമെന്ന് ബീജിംഗ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് USഉം ചൈനയും ഒരു പൂർണ്ണമായ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. 10,000 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ചെന്നായ്ക്കളെ തിരികെ കൊണ്ടുവന്നതായി ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നതാണ് ഡെയിലി സ്റ്റാറിന്റെ പ്രധാന വാർത്ത. എലിറിസ്റ്റ് ആയതിനാൽ VE ദിനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് സൈനിക പരേഡ് അനുവദിക്കേണ്ടതില്ല എന്ന കൗൺസിലിന്റെ തീരുമാനത്തെ ലജ്ജാകരമെന്ന് ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. USന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികൾക്കുമേൽ ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്താൻ ട്രംപ് ഒരുങ്ങുന്നു. ഇത് ഒരു സമ്പൂർണ്ണ ആഗോള വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തുമെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സിറിയയിലെ യുദ്ധത്തിൽ നിന്ന് അതിജീവിച്ച 16 വയസ്സുള്ള ആൺകുട്ടി ബ്രിട്ടനിലെ തെരുവുകളിൽ കുത്തേറ്റ് മരിച്ചതായി ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. 2020 രാജകുടുംബം തന്നെ പുറത്താക്കിയതിനു ശേഷം മോശം പെരുമാറ്റത്തിന് ഒറ്റപ്പെടുത്തൽ നടത്തിയെന്ന് ഹാരി രാജകുമാരൻ പരാതിപ്പെട്ടതായി ഹൈക്കോടതി കേട്ടതായി മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്.
ഗ്രീൻ ഫ്യൂവലിൽ വെർജിൻ പാം ഓയിൽ അടങ്ങിയിട്ടുണ്ടെന്ന ആരോപണത്തിൽ UK അന്വേഷണം നടത്തുന്നു. ഗ്രീൻ ഫ്യൂവൽ എന്ന് വിളിക്കപ്പെടുന്ന HVO ഡീസൽ ഇന്ധനത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ ഇന്ധനം പരിസ്ഥിതി സൗഹാർദ്ദമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിൽ വൻതോതിൽ തട്ടിപ്പ് നടന്നതായി സംശയിക്കുന്നതായി BBC ക്ലൈമറ്റ് ആൻഡ് സയൻസ് റിപ്പോർട്ടർമാരായ മാറ്റ് മാഗ്രത്തും മാർക്ക് പോയിന്റിങ്ങും പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഈ ഇന്ധനം പാഴ്വസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുന്നതാണെന്ന് പറയുമ്പോൾ അത് വലിയ അളവിൽ വെർജിൻ പാം ഓയിൽ ഉപയോഗിക്കുന്നതായി തെളിവുകൾ ലഭിച്ചു. വെർജിൻ പാം ഓയിൽ ഉപയോഗം പരിസ്ഥിതിക്ക് ഹാനികരമാണ്. ഇത് ഉഷ്ണമേഖല വനനശീകരണത്തിന് കാരണമാകുന്നു. കൂടാതെ ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. ഈ തട്ടിപ്പ് കണ്ടെത്തിയത് UK സർക്കാരിനെ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചു. ഈ ഇന്ധനം ഉപയോഗിച്ച് കാർബൺ ബഹിർഗമനം 90% വരെ കുറയ്ക്കാമെന്നാണ് അവകാശവാദം. പക്ഷേ വെർജിൻ പാം ഓയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വന്നതോടെ ഈ വാദം ചോദ്യം ചെയ്യപ്പെടുന്നു. താൽക്കാലിക സർക്കാർ കണക്കുകൾ പ്രകാരം UKയിലെ ഉപയോഗം 2019 8 ദശലക്ഷം ലിറ്റർ ആയിരുന്നത് 2024 ആയപ്പോഴേക്കും 699 ദശലക്ഷം ലിറ്ററായി ഉയർന്നു. മാലിന്യാധിഷ്ഠിത ജൈവ ഇന്ധനങ്ങളുടെ മുഴുവൻ വിപണിക്കും ഈ നടപടി കനത്ത പ്രഹരം ആയിരിക്കും. ബോട്ട് റേസിന് മുന്നോടിയായി നടത്തിയ പരിശോധനകളിൽ തേംസ് നദിയിൽ ഈക്കോളൈ ബാക്ടീരിയയുടെ ഉയർന്ന സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ബോട്ട് റേസ് നടക്കുന്നതിന് മുന്നോടിയായി നദിയിലെ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചപ്പോൾ സാധാരണയേക്കാൾ 3 ഇരട്ടി ഈക്കോളൈ ബാക്ടീരിയയുടെ അളവ് രേഖപ്പെടുത്തി. ഇത് മനുഷ്യരുടെ ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു. പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനകളിൽ മലിനജലം നദിയിലേക്ക് ഒഴുക്കിവിടുന്നതാണ് ഈ മലിനീകരണത്തിന്റെ പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നു. UKയിലെ ജലമലിനീകരണ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലിനജല സംസ്കരണത്തിന്റെ അപര്യാപ്തത വർഷങ്ങളായി വിമർശന വിഷയമാണ്. ഈ കണ്ടെത്തലുകൾ ബോട്ട് റേസിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മലിനീകരണം കുറയ്ക്കാൻ അടിയന്തര നടപടികൾ ആവശ്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. നദിയിലെ ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാരും ജല അതോറിറ്റികളും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്ന് റിപ്പോർട്ട് ഊന്നിപ്പറയുന്നു. ഇത്തരം മലിനീകരണം തടയാൻ കർശനമായ നിയന്ത്രണങ്ങളും മലിനജല സംസ്കരണ സംവിധാനങ്ങളിൽ നിക്ഷേപവും ആവശ്യമാണ്. 1829 മുതലാണ് വള്ളംകളി നടത്തിവരുന്നത്. ബാക്ടീരിയയുടെ ഉയർന്ന അളവിലുള്ള കണ്ടെത്തൽ മറ്റ് കായിക ഇനങ്ങളെയും ബാധിച്ചു. മെയ് മാസത്തിൽ 120 വർഷത്തിലേറെയായി നടന്നുവരുന്ന തേംസ് നീന്തൽ മത്സരം രോഗഭീതിയെ തുടർന്ന് റദ്ദാക്കി. ഈ വിഷയം പൊതുജന ശ്രദ്ധ നേടിയതോടെ തേംസ് നദിയുടെ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമായിരിക്കുകയാണ്. UKയിൽ പുതിയ നികുതി നിയമങ്ങൾ നിലവിൽ വരുന്നു. ഇത് നോൺ ഡൊമിസൈൽഡ് വ്യക്തികളെ അവരുടെ വിദേശ വരുമാനത്തിന് നികുതി നൽകാൻ നിർബന്ധിക്കുന്നു. ഈ മാറ്റം 2025 ഏപ്രിൽ 6 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിനു മുൻപ് UKയിൽ താമസിക്കുന്നവർക്ക് അവരുടെ സ്ഥിരമായ വീട് UKയ്ക്ക് പുറത്താണെങ്കിൽ അവർക്ക് വിദേശ വരുമാനത്തിന് UKയിൽ നികുതി നൽകേണ്ടതില്ലായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം റെമിറ്റൻസ് ബേസിസ് എന്ന പഴയ സമ്പ്രദായം നിർത്തലാക്കി പകരം ഒരു റെസിഡൻസ് ബേസ്ഡ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. ഈ പുതിയ സംവിധാനത്തിൽ UKയിൽ പുതുതായി എത്തുന്നവർക്ക് അവർ UK നികുതി റെസിഡൻ്റായി ആദ്യ 4 വർഷം വിദേശ വരുമാനത്തിനും ലാഭത്തിനും 100% നികുതി ഇളവ് ലഭിക്കും. പക്ഷേ ഇത് അവർ കഴിഞ്ഞ 10 വർഷം UKയിൽ നികുതി റെസിഡൻ്റ് ആയിരുന്നില്ലെങ്കിൽ മാത്രമാണ് ബാധകമാകുക. 4 വർഷത്തിന് ശേഷം അവർ UKയിൽ തുടർന്നും താമസിക്കുകയാണെങ്കിൽ അവരുടെ ആഗോള വരുമാനത്തിനും ലാഭത്തിനും UK നികുതി നൽകേണ്ടി വരും, മറ്റ് UK റെസിഡൻറ്റുകളെ പോലെ തന്നെ. കൂടാതെ ടെമ്പററി റിപ്പാട്രിയേഷൻ ഫെസിലിറ്റി എന്ന പദ്ധതി മുൻ റെമിറ്റൻസ് ബേസിസ് ഉപയോഗിച്ചവർക്ക് 2025-26 മുതൽ 3 വർഷത്തേക്ക് ലഭ്യമാകും. ഇതുവഴി 2025 ഏപ്രിൽ 5 മുമ്പുണ്ടായ വിദേശ വരുമാനവും ലാഭവും UKയിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറഞ്ഞ നിരക്കിൽ നികുതി നൽകാം. ഇതോടൊപ്പം ഇൻഹെറിറ്റൻസ് ടാക്സും ഡൊമിസൈൽ ആസ്ഥാനമാക്കിയുള്ളതിൽ നിന്ന് റെസിഡൻസ് ആസ്ഥാനമാക്കിയുള്ളതാക്കി മാറ്റുന്നു. ഒരു വ്യക്തി കഴിഞ്ഞ 20 വർഷത്തിൽ 10 വർഷമെങ്കിലും UKയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ UKയ്ക്ക് പുറത്തുള്ള ആസ്തികൾക്കും ഇൻഹെറിറ്റൻസ് ടാക്സ് ബാധകമാകും. UKയിൽ നിന്ന് പോയ ശേഷവും 3 മുതൽ 10 വർഷം വരെ ഇത് തുടരാം. ഈ നിയമം UKയിൽ ദീർഘകാലം താമസിക്കുന്ന എല്ലാവരും ഇവിടെ നികുതി നൽകണമെന്ന് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് നീതിയുക്തവും ആകർഷകവുമായ ഒരു നികുതി സംവിധാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.